ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ കാലമായി ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് എനിക്കൊരു ഡിസംബറിൽ സമയത്തായിരുന്നു നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് പോയത്. അപ്പോഴാണ് ഞാൻ ഫുൾ വീഡിയോ എടുത്തത്. അതിനുശേഷം ഞാൻ ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ ഒരു ഫുൾ വീഡിയോ ഇടാം. കാരണം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ കോഴ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ഗ്രാജുവേഷൻ ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ ഒന്ന് ഒരുങ്ങിയിട്ടൊക്കെ പോവുമല്ലോ. അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ഗ്രാജുവേഷനൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫുൾ വീഡിയോ. അപ്പോൾ കാണാം. അപ്പോൾ ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ കോലം കാണിച്ചു തരാം. ഏകദേശം ഈ കോലമായിട്ടുണ്ട്. മേക്കപ്പൊക്കെ കുറഞ്ഞു പോയോ? ബോയ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. സോറി, ബോയ്സ് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ രണ്ടാളും ബ്ലാക്ക് അല്ലേ? റെഡി ആയിട്ടാ റെഡി ആയി വന്നിട്ടുണ്ട്. ആക്ച്വലി 8:30 അവിടെ എത്തണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ അവിടെ എത്തിയാൽ അവിടെ എന്താ ചായയും കടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ റെഡി ആയി വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഒരു 9 മണിയായി. 9:20 അവിടെ കേറണം. അപ്പൊ നമ്മൾ ഇപ്പം തന്നെ ഇറങ്ങാൻ പോകുന്ന. നല്ല ലേറ്റ് ആയിട്ടുണ്ട്. വാ ഇറങ്ങാം. നമ്മളിപ്പം ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ക്യൂ അല്ല, ഒരു റോല്. എന്താണ് ഈ അടുത്ത പരിപാടി എനിക്ക് അറിയില്ല. അങ്ങനെ ഒഫീഷ്യലി ഗ്രാജുവേറ്റ് ആയി. എവിടെ ബാക്കിയുള്ളവരുടെ? ഞാൻ മഴയായിപ്പോയി. പുറത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര മഴ. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് മഴ പെയ്തിട്ട് ഭയങ്കര തണുപ്പ്, വിറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം എവിടെയെങ്കിലും പോയി കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ അഥവാ മഴ നിൽക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാമെന്നാണ് പ്ലാന്. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഇതൊക്കെ കഴിച്ചിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. അതാണ് പ്രശ്നം. അക്കുവിനെ കണ്ടില്ലല്ലോ. അക്കും ഫുൾ ബ്ലാക്കും ഇതൊക്കെ ഇട്ടു. എൻ്റെ അതേ ഡ്രസ്സിൻ്റെ കളർ പാൻ്റൊക്കെയാണ് ഇട്ടത്, പക്ഷെ കാണുന്നില്ല. നമ്മൾ വിശന്നിട്ട് എല്ലാവരും കൂടി പുറത്ത് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാണ്. ഇത് എന്താ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താ? സെലോൺ കിച്ചൺ എന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ വന്നത്. നല്ല വിശപ്പുണ്ട്. പുറത്താണെങ്കിൽ ഒത്തിരി തണുപ്പും. ജാക്കറ്റും എടുക്കാൻ മറന്നു. എന്തുവാണത്? ഫിഷിൽ മുട്ടയുണ്ട്. ഇതിന്റെ പേര് ലംബ് റൈസ്. അതിൽ ഫിഷ് ആട്ടോ ഞാൻ വാങ്ങിയത്. ഇത് മട്ടൻ അല്ല സോറി ലാമ്പ്. നിന്റെ
സൗണ്ട് ഉണ്ടാക്കുന്ന സാധനം എന്താ? കോമ്പിനേഷൻ കൊത്തുറൊട്ടി. എന്താ സാധനം? കോമ്പിനേഷൻ എന്തോ മറന്നുപോയില്ലേ? അവിടെയാ ഇത് ലംപ്രൈസ്. അവിടെ അവിടെ അത് ഞാൻ തോന്നുന്നല്ലേ. നമ്മളിതാ വീണ്ടും ഇട്ടിട്ട് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ. നമുക്ക് നേരത്തെ ഫോട്ടോ കിട്ടിയില്ലല്ലോ മഴ കാരണം. അതുകൊണ്ട് നമ്മൾ വീണ്ടും വന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ ക്യൂ. എല്ലാവർക്കും ഇവിടുന്ന് ഫോട്ടോ എടുക്കണം. ഈ സ്ഥലത്ത് നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്. കാരണം ഈ കല്ലിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കണം നമ്മൾ പണ്ടേ പറയാണ്ടായിരുന്നു. ഓട്ടോ ആയതുകൊണ്ട് കണ്ടോ ഇവിടെ ആക്ച്വലി ഫുൾ നല്ല പച്ചപ്പായിരുന്നു. പക്ഷെ ഇപ്പൊ ലീവ്സ് ഒക്കെ കൊഴിഞ്ഞ് ആക്ച്വലി ഇത് കാണാൻ നല്ല രസമുണ്ട്. ഓ നിനക്ക് നല്ല രസമുണ്ടല്ലേ കളിക്കേ. ഞാൻ ഇതുവരെ എഞ്ചിനീയറിംഗ് ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ അത് കാണിച്ചു കേട്ടോ. യെസ്, ഇതാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് ബിൽഡിംഗ്. ഇവിടെ ക്ലൈമറ്റ് വെതർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. 1 മിനിറ്റ് വെയില്, 1 മിനിറ്റ് കാറ്റ്, 1 മിനിറ്റ് മഴ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഓ ഇവിടെ നല്ല ലൈറ്റ് ഉണ്ടല്ലേ. നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നാളെ പരേഡുണ്ട്. ഇതേ വേഷം ഇട്ടിട്ട് നാളെയും കുറച്ച് നടക്കാണ്ട്. അയ്യോ ഇതേ സാധനം ഞാൻ ഉദ്ദേശിച്ചത് റിഗേ എന്നാ എന്തോ സാധനം. ഇന്ന് ക്ഷീണിച്ച് മുഖം കണ്ട മനസ്സിലാവല്ലേ. ഇനി എന്താ, ഇനി നാളത്തെ വീഡിയോയില് കാണാം. ഹായ്, അപ്പം ഇന്ന് സെക്കൻഡ് ഡേ ആയി. സെക്കൻഡ് ഡേ ഇന്നത്തെ പരിപാടി പരേഡ് ഉണ്ട്. നമ്മൾ സിറ്റി കൂടെ നടക്കും. എന്നിട്ട് എന്താ ഈ മറ്റേ സാധനം എല്ലാം ഇട്ടിട്ട് നടക്കും. എന്നിട്ട് അവിടെ ഒരു പാർക്കിൽ വരെ നടക്കും. അവിടെ നിന്ന് എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോസ്റ്റ്യൂം ഒക്കെ കാണിച്ചിടാം. അത് സാധാ, കാരണം അതിന് ശേഷം നമുക്ക് ഒരു ട്രിപ്പിന് പോകാനുണ്ട്. ആധാ പാസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ സ്ഥലത്ത് നമ്മൾ വീണ്ടും പോവാണ്. ഇവിടെ കുറേ പേര് കണ്ടിട്ടില്ല. ഞാനും അക്കുവും ചേച്ചി മാത്രമല്ലേ കണ്ടുള്ളൂ. നമ്മൾ 3 ആൾ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി കാണാൻ വേണ്ടി നമ്മൾ വീണ്ടും അവിടെ പോകുന്നത്. ഇതാണ് ഇന്നത്തെ കോസ്റ്റ്യൂം. അക്കു എന്താ നീ അവൻ സാധാ ഒരു ടീഷർട്ട്. കാരണം ഇന്ന് നമുക്കതിന് ശേഷം ആത്തപ്പാസ് പോകണമല്ലോ. അവിടെ കുറച്ച് തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുൾ കൈ അടിയിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഇന്നും ചിലപ്പം തണുപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ജാക്കറ്റും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാം. ഇവിടെ ആൾക്കാരൊക്കെ കൂടി വെക്കുന്നുണ്ട്. നമുക്ക് പാർക്കിംഗ് ഇല്ല. നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടേക്കും പാർക്കിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുക. അങ്ങനെ ലേറ്റായി എത്തി. എന്നിട്ട് നമ്മളൊരു നൂലുണ്ടായിരുന്നു, അത് കാറിൽ വെച്ച് മറന്നു. ഇനി പക്കു എടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ലേറ്റ് ആയി വന്നാൽ ഞങ്ങൾ നേരത്തെ. ഇവരാണ് നമ്മളെ കാട്ടം ലാസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഇവരാ നേരത്തെ എത്തി. ഇനി ജോ അഞ്ജലി അവിടെ വിളിച്ചിട്ടെടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ജോ ഇവരോട് ഇല്ല. കുറെ നേരം മറ്റേ ഇത്രയും ആൾക്കാർ. പക്ഷേ സൈക്കിളുണ്ട്. കുറെ നേരം നടക്കാൻ തുടങ്ങിയിട്ട് 600 meters ആണ് തോന്നുന്നത് നടക്കാൻ. Cheers, guys. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കാൻറ്റർബറിന്റെ കപ്പ് കേക്ക്. My warmest congratulations to behalf of the University of Artificial Intelligence
and a cost of living crisis. എല്ലാം തിന്നാം. I think it's fair to say that പേപ്പർ മാത്രം തിന്നാൻ പറ്റും. As I carried the other day, he's like, why didn't you send me stuff on this? Did you see them on us? അങ്ങനെ നമ്മുടെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ടാക്കി. ഇപ്പോൾ കാസിലിലാണ് കേട്ടോ നമ്മൾ വന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഗ്രാജുവേഷൻ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ട്രിപ്പൊന്നും ഞാൻ കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതേ സ്ഥലം തന്നെയാണ് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി ന്യൂസിലാൻഡ് വിശേഷങ്ങളായി ഞാൻ വലിയ വീഡിയോ തന്നെ ഇടാൻ ശ്രമിക്കും. അപ്പം ബൈ.